മാസപ്പടി വിഷയത്തിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. 2016 ഡിസംബർ മുതൽ തുടർന്നുള്ള എല്ലാ മാസത്തിലും വീണ വിജയന് മാസപ്പടി ലഭിച്ചെന്നും CMRLനെ സഹായിക്കാൻ കരിമണൽ ഖനന നയത്തിൽ മുഖ്യമന്ത്രി തിരുത്തുവരുത്തിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ വീണയ്ക്ക് മാസത്തിൽ 5 ലക്ഷം രൂപ CMRL നൽകി. CMRLന് ഏറ്റവും വലിയ ആവശ്യമെന്നത് ലീസ് അനുവദിച്ചു കിട്ടണമെന്നതാണ്. 2017 മുതൽ ഈ 5 ലക്ഷത്തിന് പുറമെ 3 ലക്ഷം രൂപ വീതം എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL കൊടുത്തുകൊണ്ടിരുന്നു. 2004 മുതലുള്ള സർക്കാരുകൾ എടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതിയെന്നാണ്. CMRLന് പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. CMRLന് പാട്ടത്തിന് അനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീം കോടതി അധികാരം നൽകിയിട്ടും ചെയ്തിട്ടില്ല. ഇതിനിടെ 2019 കേന്ദ്ര സർക്കാർ ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി. തുടർന്ന് ആ വർഷം ഏപ്രിലിൽ CMRLനുള്ള പാട്ട അനുമതി റദ്ദാക്കി. അന്ന് CMRL മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാനും ആവശ്യപ്പെട്ടു. CMRL നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കായി കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി അസാധാരണമായി ഇടപെട്ടു. മുൻ കരാർ റദ്ദാക്കിയ ഫയൽ പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി 2019 നോട്ട് എഴുതി. നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നു. വിഷയത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് സ്പീക്കർ കഴിഞ്ഞ ദിവസം തനിക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് നടത്തിയ ഇടപെടലെന്നും മാത്യു ആരോപിക്കുന്നു. CMRL കമ്പനിയുമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ വീണയുടെ എക്സാലോജിക് കമ്പനിയോട് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജിയിൽ വിധി വരും വരെ അറസ്റ്റ് പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നും കടുത്ത നടപടി ഉണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം SFIO സമാന്തര അന്വേഷണം നടത്തുന്നത് നിയമപരമല്ലെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സീരിയസ് ഫ്രോഡ് അല്ലെന്നുമാണ് എക്സാലോജിക് വാദിച്ചത്. CMRLുമായി ബന്ധപ്പെട്ട 135 കോടി രൂപയുടെ ക്രമക്കേട് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സുതാര്യമല്ലാത്ത ഒട്ടേറെ ഇടപാടുകൾ നടന്നിരിക്കാമെന്നും പോലീസിനെയും മറ്റും ഇടപെടുത്താൻ അധികാരമുള്ള SFIO തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രം വാദിക്കുകയും ചെയ്തു. സമാനമായുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ ഹൈക്കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പിണറായി വിജയന് വേണ്ടിയാണ്, പിണറായി വിജയന് കിട്ടേണ്ട പണം ഉണ്ടാക്കാനുള്ള ഒരു ഷെൽ കമ്പനിയായിരുന്നു വീണയുടെ എക്സാലോജിക് എന്ന സംശയം ബലപ്പെടുകയാണ്. ഏതായാലും എക്സാലോജിക് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴേക്കും എക്സാലോജിക് എന്ന കമ്പനിയും വീണ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കമ്പനി വൈൻഡപ്പ് ചെയ്താലും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിണറായി വിജയനും വീണ വിജയനും ഒരുമിച്ച് അകത്താകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. പിണറായി വിജയനെ പ്രതി ചേർക്കേണ്ടി വന്നാൽ പോലും അതിൽ സംശയിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെ വരുന്നുമുണ്ട്.